പ്രതിപക്ഷ നേതാക്കൾ സഭ വിട്ടിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് കാരണം 2019 മെയ് മാസത്തിൽ ഇന്റലിജൻസിന്റെ ADGPക്ക് ഇതൊരു തട്ടിപ്പാണ് എന്നുള്ള കൃത്യമായ വിവരം കിട്ടിയിരുന്നു. 2019 മെയ് മാസത്തിൽ പോലീസിന് ഇത് സംബന്ധിച്ച വിവരം കിട്ടിയിട്ടും 2021 സെപ്റ്റംബർ മാസം വരെ, അതായത് ഏകദേശം ഒരു 2.25 വർഷക്കാലം ഈ സംഭവങ്ങൾ പുറത്തറിയാതെ പോലീസ് മൂടിവെക്കുകയാണ് ഉണ്ടായത്. 2020 ജനുവരിയിൽ ഇന്റലിജൻസ് വളരെ വിശദമായ റിപ്പോർട്ട്, ഇദ്ദേഹം വ്യാജ ഡോക്ടറാണെന്നും ഇത് പുരാവസ്തുക്കളല്ലെന്നും ഇത് തട്ടിപ്പാണ് നടക്കുന്നതെന്നുമുള്ള കൃത്യമായ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഇന്റലിജൻസ് പോലീസിന് സമർപ്പിച്ചിരുന്നു. എന്നിട്ടും ആ രേഖകളെല്ലാം മറച്ചുവെച്ച് ഈ വീടിനും ഈ പുരാവസ്തുക്കൾ ഇരിക്കുന്നതാണ് അമൂല്യമായ ശേഖരമുണ്ട് എന്നുള്ള രീതിയിൽ പോലീസിന്റെ സംരക്ഷണം കൊടുക്കുകയും പോലീസ് ഒരു ദിവസം 4 പ്രാവശ്യം പെട്രോളിംഗ് നടത്തി ബുക്കിൽ രേഖപ്പെടുത്തുകയും ഇതൊരു അമൂല്യമായ കലാവസ്തുക്കളാണ് എന്നുള്ള പുരാവസ്തുക്കളാണ് എന്നുള്ള ധാരണ പുറത്ത് സൃഷ്ടിക്കുകയും ഈ തട്ടിപ്പുകാരന് വിശ്വാസ്യത ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഗവൺമെന്റ് ഇതുവരെ യാതൊരുവിധ നടപടികളും ഇത് സംബന്ധിച്ച് സ്വീകരിച്ചിട്ടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എതിരായിട്ട് പോലും നടപടി സ്വീകരിച്ചിട്ടില്ല. നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇയാൾ തട്ടിപ്പുകാരനാണ് എന്ന് അറിഞ്ഞിട്ടും അവർക്കെതിരായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ വിഷയം പുറത്തു പറയാതിരുന്നതുകൊണ്ട് പോലീസ് കേസെടുത്ത്, അതായത് ഇത് സംബന്ധിച്ച പുരാവസ്തുക്കൾ ശേഖരിക്കുന്നത് സംബന്ധിച്ചും തട്ടിപ്പ് നടത്തുന്നതുമായി സംബന്ധിച്ചുള്ള കേസ് എടുക്കാതെ, അത് സംബന്ധിച്ചുള്ള ഒരു ക്രൈം പോലും രജിസ്റ്റർ ചെയ്യാതെ ഈ സംഘത്തിന് ഒരു വിശ്വാസ്യത ഉണ്ടാക്കി കൊടുത്ത നിലപാടാണ് സംസ്ഥാന പോലീസ് സ്വീകരിച്ചത് എന്നായിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. അതിനുള്ള ഒരു മറുപടി പറയാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. പല കത്തുകളും അങ്ങോട്ടയച്ചു ഇങ്ങോട്ടയച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതല്ലാതെ 2019 മെയ് മാസത്തിൽ കിട്ടിയ ഒരു വിവരം 2.25 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു പരാതിയുടെ പുറത്താണ് കേസെടുത്തത് എന്നുള്ളത് ഇതിനകത്തെ ദുരൂഹത ഗൗരവതരമായി വർദ്ധിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇയാൾ ശരിയായിട്ടുള്ള ഉത്തമ വിശ്വാസത്തിൽ ഇയാൾ ഡോക്ടറാണെന്നും ഇയാൾ പുരാവസ്തുക്കൾ ശേഖരിച്ചിരിക്കുകയാണ് എന്ന് കരുതി അവിടെ പോയ ആളുകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള, അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് വിശ്വാസ്യത ഉണ്ടാക്കി കൊടുത്തത് സർക്കാരുമായി ബന്ധപ്പെട്ട പോലീസുമാണ് എന്നുള്ളതാണ് യഥാർത്ഥ വിവരം. ഇത് മറച്ചുവെക്കുകയും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പുരാവസ്തു തട്ടിപ്പിൽ വിവരങ്ങൾ ലഭിച്ച് 2.25 വർഷം കഴിഞ്ഞാണ് സർക്കാർ പോലീസ് നടപടികളിലേക്ക് നീങ്ങുന്നത്. അത് ദുരൂഹമാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഈ വിഷയം ഇന്ന് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.